7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഡ്രോ ചെയ്യാനുള്ളതാണ് ഒരു ക്യാം പ്രൊഫൈൽ വരയ്ക്കാനുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ക്യാം പ്രൊഫൈൽ വരയ്ക്കേണ്ടതുണ്ട്. അപ്പം പാർട്ട് സിയിലെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊഫൈൽ വരയ്ക്കാനാണ് വരിക. 7 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് പ്രൊഫൈൽ എന്ന് പറയുന്നത് നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. നമുക്കറിയാം 2 തരത്തിലുള്ള ഫോളോവർ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, നൈഫ് എഡ്ജും അതുപോലെ തന്നെ റോളർ ഫോളോവറും. സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഔട്ട്വാർഡ് ത്രൂ എത്ര മുകളിലേക്ക് പൊന്തിയിട്ടുണ്ട് നമ്മുടെ ഫോളോവർ 35 mm ആണ് മുകളിലോട്ട് പൊന്തിയിട്ടുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് വരയ്ക്കേണ്ടത് 35 mm മുകളിലോട്ട് പൊങ്ങി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു ലെങ്ത് 360 ഡിഗ്രി എന്ന് പറയുന്ന ഈ 360 ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ, അതായത് 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ് അല്ലെ, 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിയാണ്. അപ്പൊ ഈ 360 ഡിഗ്രിയെ നമ്മളിവിടെ എടുക്കുന്നത് 180 mm ആയിട്ടാണ്. 180 mm, ദാറ്റ് ഈസ് 360 ഡിഗ്രി ഈക്വൽ ടു 180 mm ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 by 360 mm. That is equal to 1/2 അല്ലെ, 1/2 that is equal to 1/2 mm ആണ് എന്ന് പറയുന്നത് 1 ഡിഗ്രി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൈഡിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ എഴുതി വെക്കണം, എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ എടുക്കുന്നു. ഫോളോവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂറിംഗ് ദ 60 ഡിഗ്രി ഓഫ് ദ ക്യാമറ റൊട്ടേഷൻ ഫോളോവർ മൂവ് പുറത്തേക്ക് പോയിട്ടുണ്ട്. എത്ര, 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര വരും, 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 into 60 is equal to 30 mm. 30 mm വരും 60 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, പിന്നെ 40 ഡിഗ്രി എന്താണ്, അത് ഡൽ പീരീഡ് ആണ്. അപ്പൊ ഡൽ പീരീഡ് തീറ്റ ഡൽ എന്ന് പറയുന്നത് എത്രയാണ്, that is 40 ഡിഗ്രി ആണ്. 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 40 into 1/2 is equal to 20 mm. Is it 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 20 mm. നെക്സ്റ്റ് അടുത്ത പറയുന്നത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി എന്ത് ചെയ്യുന്നു, പിന്നെയും അത് പോകുന്നുണ്ട് അല്ലെ, താഴത്തോട്ട് വരുന്നുണ്ട് 90 ഡിഗ്രിയിൽ. സോ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is 90 into 1/2 is equal to 45 mm. നെക്സ്റ്റ് റിമൈനിങ് ഒക്കെ എന്താണ്, ഡൽ പീരീഡ് ആണ്. സോ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടതിന്റെ കൂടെ ഇരുന്ന് വരയ്ക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ആണ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നീട്ടി എന്ത് ചെയ്യുക, 180 mm ലെങ്ത്തിൽ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു 360 ഡിഗ്രി റൊട്ടേഷന് നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്, 180 mm ലെങ്ത് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ നമ്മൾ 180 ലെങ്ത് അല്ലെ, 180 mm എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ മുകളിലോട്ട് ഔട്ട് സ്ട്രോക്ക്, അത് പുറത്തേക്ക് എത്ര ഉയരുന്നുണ്ട്, അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 35 ഔട്ട്വാർഡ് ത്രൂ 35 mm ആണ്. 35 mm ആണ് അല്ലെ, 35 mm മുകളിലോട്ട്. ഇത് എത്രയാണ്, 35 mm മുകളിലോട്ട് എടുക്കുക. ഇത് ക്ലോസ് ചെയ്യുക. ഞാൻ വരയ്ക്കുന്നത് ജസ്റ്റ് ഒരു പെൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുക. ഓക്കെ, അപ്പൊ 180 mm ലെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തായാലും 35 mm ഉണ്ടായിരിക്കും, മുകളിലോട്ടുണ്ടായിരിക്കും. സോ എന്ത് പറഞ്ഞു, ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, പുറത്തോട്ട് പോകുന്നത് എത്ര ആംഗിളിലാണ്, 60 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ദാറ്റ് ഈസ് എത്ര ലെങ്ത് വേണം, 30 mm. ഇപ്പൊ 30 mm ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, 30 mm എടുത്തിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക, ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് 40 ഡിഗ്രി ഡൽ പീരീഡ് ആണ്. 40 ഡിഗ്രി എന്ത് ചെയ്യുക, 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 mm ആണ്. 20 mm ആണ്. അടുത്ത 20 mm എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം 90 ഡിഗ്രി എന്താണ്, വീണ്ടും താഴത്തേക്ക് വരുന്നുണ്ട്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 45 mm ആണ്. 45 mm വരയ്ക്കുക. റിമൈനിങ് ഡൽ പീരീഡ് ആണ്. സോ ഇത്രയും വരച്ചതിന് ശേഷം ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫോളോവർ ഏതാണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. നമുക്ക് 3 തരത്തിലുള്ള മോഷൻ ഉണ്ട്. സിമ്പിൾ ഹാർമോണിക് SHM ഉണ്ട്, കോൺസ്റ്റന്റ് അതായത് യൂണിഫോം വെലോസിറ്റി ഉണ്ട്, ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് കോമ്പസ് വെക്കുക, ഇതിന്റെ പകുതി ലെയർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ചാപം ഇവിടെ വരയ്ക്കുക, ഇവിടെയും പകുതി ലെയർ എടുത്തിട്ട് ഇവിടെ ഒരു ചാപം വരയ്ക്കുക, ഇവിടെയും പകുതി ലെയർ എടുത്തിട്ട് ഇങ്ങോട്ട് ഒരു ചാപം വരയ്ക്കുക, അതുപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് ചാപം വരയ്ക്കുക. ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഈ ചാപം വരയ്ക്കുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. ഇവിടെ കുത്തുക, ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് പകുതി ലെയർ ഉള്ള ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ചാപം വരയ്ക്കുക, അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം ഇവിടെയും ചാപം വരയ്ക്കുക, ഈ രണ്ട് ഭാഗത്ത് ചാപം വരയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ സെന്റർ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി, 35ന്റെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ലൈറ്റ് ആക്കിയിട്ട് വരയ്ക്കുക, ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. സെന്റർ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിന്റ് ചെയ്യുക. അവിടെ പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്ത് എന്ത് ചെയ്യുക, കാണുക, എന്നിട്ട് ഓരോന്നും വരച്ചെടുത്തിട്ട് ചെയ്യുക. ഓക്കെ, വരച്ച് പഠിച്ചാൽ മാത്രമേ ഇത് പഠിക്കാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് ഇതിന്റെ സെന്റർ എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു കർവ് ഹാഫ് സർക്കിൾ എന്ത് ചെയ്യുക, വരയ്ക്കുക, ഹാഫ് സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഇത് ടച്ച് ചെയ്തിട്ട് ഹാഫ് സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനെല്ലാം 6 ഡിവിഷൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാം, 30 ഉണ്ടെന്ന് പറയാം അല്ലെ. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെക്കണം, 60 ഡിഗ്രി. ഇവിടെ നിങ്ങോട്ട് എത്രയാണ്, 30 mm, ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഇത് 20 mm. പിന്നെ എത്രയാണ്, ഇത് എത്രയാണ്, 45 mm ആണ്. ഇതൊക്കെ നമ്മൾ ഡയമെൻഷനിങ് മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തില്ല, അതിനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ആരോ മാർക്ക് കൊടുക്കുക. ഓക്കെ, ആരോ മാർക്ക് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി ഇതിനെന്ത് ചെയ്യുക, 30നെ നമ്മൾ 6 ഡിവൈഡ് ചെയ്യുക. 30നെ 6 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഓരോന്നും 5 mm അല്ലെ. 5 × 6 30. സോ 5 mm വരുന്ന ചെറിയ ലൈൻസുകളാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിനെ കട്ട് ചെയ്യുക. 1 2 3 1 2 3 4 5 4 ഈക്വൽ ആയിരിക്കണം കേട്ടോ. അതായത് ഞാൻ വരയ്ക്കുമ്പോൾ വളഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കേണ്ടത്. 6 തുല്യ ഭാഗങ്ങളാക്കുകയാണ് വേണ്ടത്. ഇത് 0, ഇത് 1 2 3 4 5 6 ഇങ്ങനെ 6 ഭാഗങ്ങൾ തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. സോ അതിനുശേഷം ഈ ഒരു 45നെയും തുല്യ ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പൊ എത്ര കിട്ടും, 1.5 mm അല്ലെ, ദാറ്റ് ഈസ് 15 mm. ദാറ്റ് ഈസ് 15. ഇവിടെ 10 mm ആയിരുന്നെങ്കിൽ ഇവിടെ എത്രയാണ്, ഇവിടെ 30 ഡിവൈഡ് ബൈ 6 എത്രയായിരുന്നു, 30 ഡിവൈഡ് ബൈ 6 എത്രയായിരുന്നു, 5 mm ആയിരുന്നു. ഇവിടെ എത്ര വരും, 45 ഡിവൈഡ് ബൈ 6 എത്ര വരും, 6 6 46 42 7.5 വരും അല്ലെ, 7.5. അപ്പൊ 7.5 വരുന്ന രീതിയിൽ ഇതിനും 6 ഭാഗങ്ങളാക്കി മാറ്റാം. 1 2 3 4 5 ഈക്വൽ ആയിരിക്കും കേട്ടോ. ഈക്വൽ ഭാഗങ്ങളായിരിക്കും. നിങ്ങളത് 7.5 കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് 0 1 2 3 4 5 6. ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നിന്നാണ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 dash 2 dash എന്നാണ്, 3 dash 4 dash 5 dash. ഓക്കെ, 1 dash 2 dash 3 dash 4 dash 5 dash. ഇത് 0 dash 0 ആണ്. 0 dash 1 dash 2 dash 3 dash 4 dash 5 dash 6 dash. ഇങ്ങനെ നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. ഇവിടുന്ന് 1 2 3 4 5 6ഉം അല്ലെ. അതുപോലെ തന്നെ ഇവിടുന്ന് എന്താണ് 1 dash 0 dash 1 dash 2 dash 3 dash 4 dash 5 dash 6 dash നമ്പറിങ് കൊടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഹാഫ് സർക്കിളിനെ നമ്മൾ എന്തായിട്ട് തിരിക്കണം, 6 പാർട്ടാണ്. എല്ലാം 6 പാർട്ടാണ് കേട്ടോ, 6 പാർട്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 8 പാർട്ടാക്കാൻ കുഴപ്പമില്ല. പക്ഷെ ആക്കുമ്പോൾ എല്ലാം സെയിം ആക്കുക. കാരണം കൂടുതൽ പോയിന്റ് വരയ്ക്കാൻ എളുപ്പമാണ്, അതൊന്നും ബുദ്ധിമുട്ടല്ല. പക്ഷെ നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരയ്ക്കാൻ എളുപ്പമാവും. അതുകൊണ്ടാണ് 6 എല്ലാത്തിനും 6 ഡിവിഷൻസ് ആക്കുക എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇവിടെ 180 ഡിഗ്രി ഉണ്ട്. ടോട്ടൽ 180 ഡിഗ്രി ആണല്ലോ ഇവിടുന്ന് ഇവിടെ. ആ 180 ഡിഗ്രിനെ 6 പാർട്ടാക്കുമ്പോൾ എത്ര ആയിട്ട് മാറും, 180 ഡിഗ്രിനെ 6 പാർട്ടാക്കുമ്പോൾ 1 30 ഡിഗ്രി. സോ 30 ഡിഗ്രിയുള്ള സെക്ഷൻസ് ആക്കുക. 1 30 ഡിഗ്രി, 2 60, 90, 120, 150 ഇങ്ങനെ 6 സെക്ഷൻസ് ആക്കുക. ഓക്കെ, ഇത് യൂണിഫോം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അല്ല, യൂണിഫോം വെലോസിറ്റിയോ യൂണിഫോം ആക്സിലറേഷനാണോ വരുന്നതെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നേരെ നീട്ടി വരയ്ക്കുക. അത് എങ്ങനെ വരയ്ക്കേണ്ടത്, നമ്മൾ സ്കെയിൽ എടുക്കുക, സ്കെയിലിന്റെ കൂടെ സെറ്റ് സ്ക്വയർ വെക്കുക.
സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കുക, സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കുക, ഈ ഒരു ലൈനിൽ കൊണ്ടുപോയി വെക്കുക. സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക, ഈ ഒരു ലൈനിലാണ് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് സ്ക്വയർ വെക്കേണ്ടത്. സെറ്റ് സ്ക്വയർ ഇങ്ങനെയാണ് വെക്കേണ്ടത്, സെറ്റ് സ്ക്വയർ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് സ്കെയിൽ ഇവിടെ വെക്കുക. ഈ ഒരു ഡയറക്ഷനിൽ ഇവിടെയാണ് വെക്കേണ്ടത് കേട്ടോ, ഈ തറ്റത്ത്. ഈ ഒരു രീതിയിൽ ഈ തറ്റത്ത് വെക്കുക. കാരണം നമുക്ക് ഇവിടുന്ന് ലൈൻ വരയ്ക്കാനുള്ളതാണ്. സോ ഈ ഒരു തറ്റത്ത് വെക്കുക, ഈ ഒരു ലൈനിന് വന്നിട്ട് പാരലാക്കി വെക്കുക. അതിനുശേഷം ജസ്റ്റ് പൊന്തിക്കുക. അത് ഈ ഒരു സ്കെയിൽ അമർത്തി പിടിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയർ മുകളിലോട്ട് മൂവ് ചെയ്യുക. ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിലൂടെ എന്ത് ചെയ്യുക, പാരലൽ ലൈൻ വരയ്ക്കുക. എവിടെ വരെ വരയ്ക്കണം, ഇവിടെ വരെ വരച്ചാൽ മതി. നെക്സ്റ്റ് ഒന്നും കൂടി പൊന്തിക്കുക, ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യിക്കുക, ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യിക്കുക, ഒരു പാരലൽ ലൈൻ, അടുത്ത പാരലൽ ലൈൻ. ഇതൊക്കെ പാരലൽ ലൈൻ ആണ് കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ പാരലൽ അല്ല, പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് പാരലൽ ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തത് ഈ സെൻട്രലിലൂടെ കറക്റ്റ് സെൻട്രലിലൂടെ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അടുത്തത് ഈ ഒരു ലൈനിലൂടെ എന്ത് ചെയ്യുന്നു, നീട്ടി പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഈ ഒരു ലൈനിലൂടെ പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ പാരലൽ ലൈൻസ് വരയ്ക്കുക. അങ്ങനെ ഈ ഒരു 1 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഈ ലൈനിൽ ഫസ്റ്റ് ലൈൻ ഈ ഒരു പോയിന്റിൽ ഈ ഒരു ലൈനിൽ വന്നിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്, അതിന് എ എന്ന് കൊടുക്കുന്നു. അടുത്ത രണ്ടാമത്തെ ലൈൻ ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അതിന് ബി എന്ന് കൊടുക്കുന്നു. മൂന്നാമത്തെ ലൈൻ ഇവിടെ കൊടുക്കുമ്പോൾ സി എന്ന് കൊടുക്കുന്നു. നാലാമത്തെ ലൈൻ ടച്ച് ചെയ്യുന്നിടത്ത് ഡി എന്ന് കൊടുക്കുന്നു. ഇവിടെ ഇ എന്ന് കൊടുക്കുന്നു. ഇവിടെ ലാസ്റ്റ് ലൈന് എഫ് എന്ന് കൊടുക്കുന്നു. സോ ഇങ്ങനെ എ ബി സി ഡി ഇ എഫ് എന്ന് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റിനെ എഫ് ഡാഷ് എന്ന് മാർക്ക് ചെയ്യുക. 6F ഡാഷ് 5 ഡാഷ് എന്ത് വരും, 5 ഡാഷ് എന്ത് വരും, ഇ ഡാഷ് ആയിട്ട് മാറും. 5 ഡാഷ് എന്തായിട്ട് മാറും, ഇ ഡാഷ്. കുറച്ചും കൂടി ഇവിടുന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. ഒന്നിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എഫ് ഡാഷ് എന്നിങ്ങനെ കിട്ടും. ഇനി ഈ പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ ഈ പോയിന്റുകൾ നമ്മൾ തന്ന പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഓക്കെ, ഈ പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ വരയ്ക്കാം. സോ ഇങ്ങനെ ഒരു കർവ് നമുക്ക് ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഇസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. ഓക്കെ, ഇതിന്റെ താഴെ നമ്മൾ എന്ത് എഴുതി വെക്കണം, ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എന്ന് എഴുതി വെക്കണം. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാം വരയ്ക്കണം അല്ലെ. ക്യാം വരയ്ക്കാൻ വേണ്ടി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കിക്കോളൂ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്യാം വരയ്ക്കണം. ക്യാം വരയ്ക്കാൻ വേണ്ടി നമുക്കൊരു ബേസ് സർക്കിൾ തന്നിട്ടുണ്ടായിരിക്കും. എത്രയാണ് അതിന്റെ ഡയാമീറ്റർ എന്നൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. എത്രയാണ് ദ ലീസ്റ്റ് റേഡിയസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവിടെ ലൈൻ സ്ട്രോക്ക് ഓഫ് ദ ഫോളോവർ ആൻഡ് ഓഫ്സെറ്റ് ഉണ്ട്. സോ ഇത് ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഫോളോവർ, നൈഫ് എഡ്ജ് ഫോളോവർ നിൽക്കുന്നത് ഓഫ്സെറ്റ് സെൻട്രൽ ആക്സിസിൽ നിന്നും ഒരു 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 mm മാറിയിട്ടാണ്. ദാറ്റ് ഈസ് ഓഫ്സെറ്റ് ബൈ 10 mm ആണ്. ആൻഡ് പിന്നെ പറഞ്ഞിട്ടുണ്ട് റൊട്ടേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ടേക്ക് ബേസ് ഓക്കെ റേഡിയസ് ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് താഴെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ താഴത്തോട്ട് പോയതാണ്. സോ ഏകദേശം 25 mm എന്ത് ചെയ്യാം, നമുക്ക് ലീസ്റ്റ് റേഡിയസ് എടുക്കാം. ലീസ്റ്റ് റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരിക്കും, 25 mm. 25 mm ആണെന്ന് കരുതുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു കോമ്പസ് എടുത്തിട്ട് 25 mm ഉള്ള ഒരു സർക്കിൾ വരക്കുന്നു. എന്ത് വരയ്ക്കുന്നു, 25 mm ഉള്ള സർക്കിൾ വരക്കുന്നു. കേന്ദ്രത്തിൽ കുത്തിയിട്ട് 25 mm. ഇവിടുന്ന് എത്രയാണ് റേഡിയസ്, എത്രയാണ് 25 mm. സോ ഈ 25 mm എടുത്തിട്ട് അതിന്റെ സെൻട്രൽ ആക്സിസ് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു സർക്കിളും കൂടി വരയ്ക്കുന്നു. അതെന്തിനാണ്, ഓഫ്സെറ്റ് സർക്കിൾ ആണ്. അതിനെ വിളിക്കുന്ന പേര് എന്താണ് ഓഫ്സെറ്റ് സർക്കിൾ. ഈ ഓഫ്സെറ്റ് സർക്കിൾ എന്ന് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്, 10 mm ആണ്. സോ 10 mm ഉള്ള ഒരു ഓഫ്സെറ്റ് സർക്കിൾ വരയ്ക്കുക. ഇതിന് ടാൻജന്റ് ആയിട്ട് ഇതിലൂടെ ഇതിന് പാരലൽ ആയിട്ട് ഈ ഒരു ലൈന് നമ്മുടെ സെൻട്രൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് ഒക്കെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കണം. ഞാനിത് ജസ്റ്റ് കൈ കൊണ്ട് വരയ്ക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. സോ ടാൻജന്റ് എന്ത് വരയ്ക്കുക. അപ്പൊ സോ ഇതിനർത്ഥം എന്താണ്, നൈഫ് എഡ്ജ് ഫോളോവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റ്. കാരണം ഓഫ്സെറ്റ് ബൈ 10 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇത്രയാണ് അവിടെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിലേക്ക് സെൻട്രൽ പോയിന്റിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുക. അവിടെ നിന്നും നമ്മൾ ഫസ്റ്റ് എത്ര ഡിഗ്രി ആയിരുന്നു നമുക്ക് പറയാം, 60 ഡിഗ്രി, 40 ഡിഗ്രി, 40 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇങ്ങനെയാണ് അതിന്റെ
പോയിരുന്നത് അല്ലേ. സോ ഇവിടുന്ന് 60 ഡിഗ്രി എടുക്കുന്നു, 60 ഡിഗ്രി എടുക്കുന്നു, അതിനെ 6 പാർട്ടാക്കുന്നു. 1, സോ ഇവിടുന്ന് 60 ഡിഗ്രി എടുക്കും. സോ 6 പാർട്ട്. ഇവിടെ ഒരു പോയിന്റ് അല്ലേ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ആയിരിക്കും. ആ പോയിന്റ് മാത്രം മതി നമുക്ക് വരയ്ക്കേണ്ട. മൂന്നാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, ആറാമത്തെ പോയിന്റ്. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു? 40 ഡിഗ്രി എന്താണ്? ഡൽ പീരീഡ് ആണ്. 40 mm. എത്രയാണ്? 40 ഡിഗ്രി. ഇവിടെ ആംഗിൾ എഴുതണം. ഇത് എത്രയാണ്? 60 ഡിഗ്രി. നെക്സ്റ്റ് 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ഡൗൺവാർഡ് സ്ട്രോക്ക് ആണ്. ദാറ്റ് ഈസ് 45 ഡിഗ്രി, സോറി 90 ഡിഗ്രി. 90 ഡിഗ്രി എന്താണ്? ഡൗൺവാർഡ് സ്ട്രോക്ക് ആണ്. ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം. 1, 2, എത്രയാണ്? ഒക്കെ 6. 3, 4, 5, 6 ഒക്കെ 6 ആണ്. ഇനി ഇവിടെ വരയ്ക്കുന്ന സമയത്ത് അഥവാ ഓഫ്സെറ്റ് വരയ്ക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് പോയിന്റ്, ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ അതിന് നമുക്ക് പേര് കൊടുക്കാം. 1, 2, 3, 4, 5, 6. ഇവിടെ വേണ്ട. ഇവിടെ 6 ഡാഷ്, ഇവിടെ 5 ഡാഷ്, 4 ഡാഷ്, 3 ഡാഷ്, 2 ഡാഷ്, 1 ഡാഷ്, 0 ഡാഷ്. ഓക്കെ, ഇത്രയാണ്. അപ്പൊ ഈ ഓരോ ആദ്യം 1 ഡാഷിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. 1 ഡാഷിലൂടെ സർക്കിളിന് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകണം. ഓക്കെ, ടാൻജന്റ്. അടുത്ത 2-യിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. അടുത്ത 3-യിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. 4-യിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. 5-യിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. 6-യിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും 6 ഡാഷിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. 5 ഡാഷിലൂടെ ഈ ഒരു സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. അതുപോലെ തന്നെ 3 ഡാഷിലൂടെ, 4 ഡാഷിലൂടെയും 3 ഡാഷിലൂടെ ഒക്കെ എന്ത് ചെയ്യുക? 2 ഡാഷിലൂടെ ഒക്കെ എന്ത് ചെയ്യുക? സർക്കിളിന് ടാൻജന്റ് വരയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം ബാക്കിലോട്ട് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിലേക്ക് പോവുക. 1A എന്നുള്ള ഈ ഒരു ലെങ്ത് 1A. ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, കളർ ചേഞ്ച്. ഈ 1A എന്നുള്ള ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? നമ്മൾ എടുക്കുന്നു. 1A എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. അതിനുശേഷം അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് 1 അല്ലേ എയില് ഇവിടെ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. അടുത്തത് 2B എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. അത് ഇവിടെ മാർക്ക് ചെയ്യുന്നു. 3C എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. സോ അതെന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. 4D എന്നുള്ളത് എടുക്കുന്നു. 5D എന്നുള്ളത് എടുക്കുന്നു. ലാസ്റ്റ് 6F എന്നുള്ളത് എടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ പേര് കൊടുക്കുക. ABCDEF. അതുപോലെ തന്നെ ഇവിടുന്ന് F ഡാഷ്, E ഡാഷ്, D ഡാഷ്, C ഡാഷ്, B ഡാഷ്, A ഡാഷ്, 0. സോ ഈ ഒരു എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ലൈനുകളെ കൂട്ടി ഇങ്ങനെ ഈ ഒരു പോയിന്റ് കൂടി ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? സോറി, വരച്ച് കറക്റ്റായിട്ടില്ല. ഈ ലൈന് കൂടി ഇങ്ങനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ പോയിന്റ് കൂടി എന്ത് ചെയ്യുന്നു? നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നു. ഇതാണ് നമുക്ക് ക്യാമ വരച്ചാൽ കറക്റ്റായിട്ടില്ല. പക്ഷെ ക്യാമ ഇങ്ങനെ നല്ല രീതിയിലുണ്ടാവും. ഓക്കെ, ക്യാമ നല്ല രീതിയിലുണ്ടാവും. ഇത് സർക്കിൾ ആണെന്നെങ്കിൽ ക്യാമ ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരച്ച് കിട്ടും. സോ ഇതുപോലെ ക്യാമ കിട്ടും. ഇതൊക്കെ കഴിഞ്ഞില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി എന്തിനാ? ഇതിന് പേര് കൊടുക്കണം. ഇതെന്താ സാധനം? നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. നൈഫ് എഡ്ജ് ഫോളോവർ. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താണ്? ഈ ഒരു സർക്കിൾ ഏതാണ്? ഈ ഒരു സർക്കിളിനെ വിളിക്കുന്ന പേര് എന്താണ്? ഈ ഒരു സർക്കിളിനെ വിളിക്കുന്ന പേര് ബേസ് സർക്കിൾ. ഇറ്റ്സ് കോൾഡ് ബേസ് സർക്കിൾ. പേര് നൽകണം. പേര് നൽകിയെങ്കിൽ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിന്റെ ഡയാമീറ്റർ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് എത്രയാണോ നമ്മൾ എടുത്തത്, എത്രയാണ് 25 mm, അതൊക്കെ മാർക്ക് ചെയ്യണം. ഇത് 10 mm ആണെന്നുള്ളത് മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്കിംഗ് കുറെ ചെയ്യാനുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഇതിനെ വിളിക്കുന്ന പേര് ഓഫ്സെറ്റ് സർക്കിൾ. ഇറ്റ്സ് കോൾഡ് ഓഫ്സെറ്റ് സർക്കിൾ. ഇങ്ങനെ ഇതിന് കുറെ ഈ പേരുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്